എൻ്റെ പേര് അഭിരാമി ജയരാജ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഷോപ്പ് ഉള്ളത്. നമ്മളിവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്റർ ആണ്. കസ്റ്റമറിന് ആവശ്യമുള്ള എല്ലാ തരം സ്റ്റിച്ചിങ്ങുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഡിസൈനർ ആവണം എന്നുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് ഇപ്പം ഫാമിലിയിൽ നിന്ന് അത്ര സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഫുൾ ടൈം പഠിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ ഒരു ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2008 2005 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് നമ്മൾ കാശ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കോഴ്സ് ആണെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം അതിലേക്ക് കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അപ്പം അത് അന്ന് മുതൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണെങ്കിലും ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എത്തണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 10-15 വർഷത്തോളം ഞാൻ പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തും ഒരു ഡ്രീം, അതായത് എൻ്റെ ഒരു ഡ്രീം ഇത് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ആ ഫുൾ ടൈം അത് രാവിലെ 9 മണി മുതൽ ഒരു 5:30-6 മണി വരെ പ്രൈവറ്റ് കമ്പനികളിൽ മറ്റാരുടെയോ സ്വപ്നങ്ങൾക്ക് പുറകെ നമ്മൾ ഓടുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു എപ്പോഴും അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു 15 വർഷമൊക്കെ ആയപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്ന ജോലി ഞാൻ അത് രാജിവെച്ചിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു ബിസിനസ്സിലേക്ക് കടക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് ഞാൻ ഒന്നും നോക്കാതെ നേരെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി രാജിവെച്ച് പിറ്റേ ദിവസം ഞാൻ റിസൈൻ ചെയ്ത പിറ്റേ ദിവസം ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ഫാഷൻ ഡിസൈനിങ് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത് ഒരു വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഷോപ്പിലേക്ക് വന്നത്. അപ്പം ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഫ്രണ്ട്സിന്റെ ആണെന്നുണ്ടെങ്കിലും ഫാമിലീസിന്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പാഷനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് സെന്റർ ആണ്. അപ്പം കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില ഫോട്ടോ കാണിക്കാറുണ്ട്, അതുപോലെ തന്നെ ചില ആൾക്കാർ വരച്ച് കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതെനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ അവരുടെ ഐഡിയാസ് അങ്ങനെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ സ്റ്റിച്ചിങ് മാത്രമല്ല, അത് ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് ബീച്ച് വെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ബീച്ച് വെയർ ആയിട്ട് ഇതൊരു പ്രിൻസസ് കട്ടിൽ വന്നിട്ട് അതുപോലെ തന്നെ ബീഡ്സ് വർക്ക് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്, ബീച്ച് വെയർ. അതുപോലെ തന്നെ താഴെ പാൻസ് വന്നേക്കുന്നത് പലാസോ രീതിയിൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു പാൻസ് ആണ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ മാച്ച് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത്. ഇത് സാരി ബ്ലൗസ് ആണ് വരുന്നത്. ഏറ്റവും മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ്. അപ്പം ഈ ഒരു ബ്ലൗസിൽ വരുന്നേക്കുന്നത് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റഫിൾ ആയിട്ട് വന്നേക്കുന്ന റഫിൾ നെക്കാണ് വന്നേക്കുന്നത്. ഇത് ഫ്രണ്ടും ബാക്കും വി തന്നെയാണ്. ഇത് പ്രിൻസസ് കട്ടാണ് ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിന്റെ തന്നെ ഇതിപ്പോ നമുക്ക് ഈ ഒരു ഫ്രില്ല്, ഈ ഒരു റഫിൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് ബ്ലാക്കിലോ അല്ലെങ്കിൽ മറ്റേത് കളറിലും ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് മാച്ചിങ് ആയിട്ട്, സാരിയിൽ മാച്ചിങ് ആയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പല കളറിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ സെയിം ബ്ലൗസ് തന്നെയാണ്, അത് സെയിം ഡിസൈൻ തന്നെയാണ്. റഫിളിന്റെ നെക്ക് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ കസവിന്റെ. നമ്മളിത് ഓണം കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയേക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. അപ്പൊ ഓണത്തിനാണെന്നുണ്ടെങ്കിലും വിഷുവിനൊക്കെ ആണെന്നുണ്ടെങ്കിലും കേരള സാരിയുടെ ഒപ്പം സെറ്റ് സാരിയുടെ ഒപ്പം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ കാണുമ്പോൾ നോർമൽ ബ്ലൗസ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മൾ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഈ ഒരു ബ്ലൗസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഭംഗി കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകുവശത്താണ്. അപ്പൊ അതിൽ ചെറിയൊരു ഫ്രിൽഡ് പോലെ ഇത് ചെയ്തിട്ട് താഴെ ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലൗസ് ഭംഗി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാരി എടുക്കുമ്പോൾ ബാക്ക് ആയിരിക്കുമല്ലോ മിക്കവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ബാക്കിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതും മറ്റൊരു ഡിസൈനർ ബ്ലൗസ് ആണ്. നമ്മുടെ കേരളത്തിന്റെ ഫെസ്റ്റിവലിന്റെ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇത് ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതിൽ വന്നേക്കുന്നത്.
കംപ്ലീറ്റ്ലി ഇത് ഈ ഒരു ഭാഗത്തു നിന്ന് സൈഡിലേക്ക് ബാക്കിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സ്ലീവ്ലെസ് ആണ് ഈ ബ്ലൗസ് വരുന്നത്. പ്രിൻസസ് കട്ട് തന്നെയാണ് ഇതിന്റെ മോഡൽ വരുന്നത്. ഈ ഡിസൈൻ ബ്ലൗസ് ഇതിന്റെ പേര് വേസ്റ്റ് കട്ട് ബ്ലൗസ് എന്നാണ്. ഇത് കാണുമ്പോൾ സാധാരണ ബ്ലൗസ് പോലെ തന്നെ നമുക്ക്, പക്ഷെ ഇതിന്റെ സൈഡിലായിട്ട്, അതായത് നമ്മൾ വേസ്റ്റിന്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അതായത് വി ഷേപ്പിൽ വന്നിട്ട് ഒരു ബീഡ്സ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇടുമ്പോൾ നമ്മുടെ വേസ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബീഡ് വർക്ക് വരും. അതാണ് ഈ ഒരു ബ്ലൗസിന്റെ പ്രത്യേകത. വേസ്റ്റ് കട്ട് ബ്ലൗസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു ഫ്രോക്കാണ് വന്നേക്കുന്നത്. നൂഡിൽ സ്ട്രാപ്പ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ്. സേവ്ഡ് ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതില് ഒരു ടുലിപ്സിന്റെ ഹാൻഡ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്രോക്ക്. സേവ് ദ ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം കൂടുതൽ എല്ലാവരും സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് വൈറ്റ് കാര്യങ്ങളൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്രോക്കാണ് വന്നിരിക്കുന്നത്. ഇതും നമ്മൾ മറ്റൊരു സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു ഗൗൺ ആണ്. ഇതിന് നല്ല ലെങ്ത് ഉണ്ട്. നമ്മളിപ്പം ഇരിക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. നല്ല ടെയിലൊക്കെ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് ഈ വന്നേക്കുന്നത്. സ്ലീവ്ലെസ് ആണ്. അതായത് സ്ട്രാപ്പ്, ചെറിയ രീതിയിലുള്ള സ്ട്രാപ്പ് വന്ന രീതിയിലാണ് ഈ ഒരു ഗൗൺ ചെയ്തേക്കുന്നത്. നെക്ക് വന്നേക്കുന്ന വി ആണ്. ലോങ് ടെയിൽ ആയിട്ടുള്ള രീതിയിൽ ആണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇതൊരു പേസ്റ്റൽ കളറിൽ വന്നേക്കുന്ന ഒരു കഫ്താനാണ്. ഇതിന്റെ നെക്ക് വി നെക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വി നെക്കില്, അതായത് ഇപ്പൊ എല്ലാവരും മാലിയ വി നെക്കൊക്കെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വി നെക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീഡ്സ് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ കട്ട് ബീഡും വെച്ചിട്ടാണ് ഈ ബീഡ് വർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ഇതൊക്കെ ആയിട്ട് ബീഡ് വർക്കും ചെറിയ ചെറിയ രീതിയിലുള്ള ബീഡ് വർക്ക് നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട്. ഇതും സെയിം കഫ്താൻ തന്നെയാണ്. കഫ്താൻ മോഡൽ തന്നെയാണ് വന്നേക്കുന്നത്. സാധാരണ നമ്മൾ റെഡിലൊക്കെ ആകുമ്പോൾ ഗോൾഡൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ മെയിൻലി എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പൊ അതിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ സിൽവർ ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും ആണ് ഇതിൽ മെയിൻലി വന്നേക്കുന്നത്. ഇതിൽ ഒരുപാട് വർക്ക് ചെയ്ത് നമ്മൾ അധികം ഇതാക്കിയിട്ടില്ല. ഇതിൽ ചെറിയ സിമ്പിൾ ആയിട്ട് വി നെക്കില് സിമ്പിൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈൻ മാത്രം നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഇത് നയറ കട്ട് കുർത്തിയാണ് വന്നേക്കുന്നത്. ഇത് ജീൻസിന്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇതും നമ്മൾ ആരി വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്, ആരി വർക്കും വന്നിട്ടുണ്ട്. ഇതും കട്ട് ബീഡ്സ് വെച്ചിട്ട്, അതായത് ഗോൾഡൻ, മൾട്ടി കളർ ആയിട്ടുള്ള ബീഡ്സ് ആണ് ഇതിൽ മെയിൻലി വന്നേക്കുന്നത്. നടുക്ക് നമ്മൾ എംബ്രോയിഡറി ചെയ്ത ഫ്ലവേഴ്സ് ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ഇതും വി നെക്ക് കുർത്തിയിൽ തന്നെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഇതിന് നെക്ക് കൊടുത്തിട്ടുണ്ട്. നെക്ക് സർദോസ്കിയുടെ ആ ഒരു ബീഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ത്രെഡ്സ് വന്നിട്ടുണ്ട്, കട്ട് ബീഡ് വന്നിട്ടുണ്ട്. അത് മെയിൻ കുറച്ച് ഇത് ഹെവി ആയിട്ട് നമ്മൾ ഈ ഒരു കളറിന് കുറച്ച് ഹെവി ആയിട്ട് വേണ്ടി വരും. അപ്പൊ അതുപോലെ നമ്മൾ സിൽവറും അതുപോലെ തന്നെ യെല്ലോ ത്രെഡിലും അതുപോലെ തന്നെ സിൽവറിലും ആണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇതിലും സൈഡിൽ ചെറിയതായിട്ടുള്ള ഡിസൈൻസ്, കട്ട് ബീഡ്സ് വെച്ചിട്ട് ഡിസൈൻസ് താഴെ വരെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ സ്ലീവിന്റെ ഇതാണ് വന്നേക്കുന്നത്, കുർത്തിയാണ് വന്നേക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ സ്ലീവിന്റെ സൈഡിലും നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു ഓഫ് ഷോൾഡർ ടോപ്പാണ് വന്നേക്കുന്നത്. ക്രോപ്പ് ടോപ്പാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇവിടെ നെറ്റിന്റെ, അതായത് സോഫ്റ്റ് നെറ്റിന്റെ ഒരു നെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫ് ഷോൾഡർ ആണ്, നമുക്ക് സ്ലീവേഴ്സ് ആണ്. ഓഫ് ഷോൾഡർ ആയിട്ട് ജീൻസിന്റെ ടോപ്പിന്റെ ഒപ്പം അതുപോലെ തന്നെ സ്കേർട്ടിന്റെ ഒക്കെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റിയ ഫ്ലോറലിന്റെ ഒരു ടോപ്പാണ് ഈ വന്നേക്കുന്നത്. ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ്. വൈറ്റ് കളറിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. വൈറ്റില് കംപ്ലീറ്റ്ലി മൾട്ടി കളറിന്റെ ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതിൽ വന്നേക്കുന്നത്. നെക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഹെവി ആയിട്ട് തന്നെ ഇതിന്റെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഇതിന്റെ ഹാൻഡ് എംബ്രോയിഡറി ഇത് വന്നിട്ടുണ്ട്. റോസ് ആണ് ഇതിൽ മെയിൻലി നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് കുട്ടികളുടെ ഒരു ഫ്രോക്കാണ്. ഇത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതിലും വന്നേക്കുന്നത്. ചെറിയ രീതിയിൽ, അതായത് ഒരു ഗ്രീനും ഓറഞ്ചും വരുന്ന രീതിയിൽ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും ഒത്തിരി സ്ലീവ് ഉള്ളതൊന്നും ഇഷ്ടാവില്ല. കാരണം ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവര് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടൈപ്പാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കംഫർട്ട് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ സ്ലീവും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. ഇതാണ് അതിന്റെ ഡിസൈൻ വന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചു കസ്റ്റമൈസ്ഡ് സെന്റർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ലേഡീസിന്റെ, കിഡ്സിന്റെ മാത്രമല്ല ജെന്റ്സിന്റെയും കൂടി ഉണ്ട്. ഷർട്ടും മുണ്ടും ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ മുണ്ടിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ വരച്ചേക്കുന്നത് തന്നെയാണ്, മുണ്ടിൽ ഡിസൈൻ ചെയ്തതാണ് ഇത് കംപ്ലീറ്റ്ലി. ഇത് താഴെ, നമ്മുടെ ഏറ്റവും താഴെ മുണ്ടിലാണ്. ഇത് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു മുണ്ടാണ്. അവരുടെ കോളേജ് ഡേക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കസ്റ്റമർ പറയുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ മുണ്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡിസൈനാണ്. ഇത് ജെന്റ്സിന്റെ ഷർട്ടാണ്.
അപ്പൊ സാധാരണ രീതിയിലുള്ള ഷർട്ടിന്റെ കോളറിനെക്കാട്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോളർ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ബ്ലേസിയറിന്റെ കോളർ വരുന്ന രീതിയിലാണ് ഈ ഒരു കോളർ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മള് എംബ്രോയിഡറി പെൺകുട്ടികളുടെ ഡ്രസ്സുകളിൽ മാത്രമേ എംബ്രോയിഡറി, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിൽ മാത്രമേ എംബ്രോയിഡറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഷർട്ടിലും വേണമെങ്കിൽ എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മിനിമൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. ഷർട്ടിന്റെ ഒരു സൈഡിൽ, അതായത് ഷോൾഡറിന്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ചെറിയ രീതിയിലൊരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇത് വന്നേക്കുന്നത്. നമ്മൾ ഈ പവ ഡിസൈൻസിന്റെ സെയിൽസ് ഓൺലൈൻ ആയിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടും ചെയ്യുന്നുണ്ട്. ഷോപ്പിൽ വരേണ്ട ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഷോപ്പ് വരുന്നത്. ഇടവത്തുകടവ് ആണ് സ്ഥലം വന്നേക്കുന്നത്. അപ്പോൾ ഡയറക്ട്ലി വരാം. അതല്ലാതെ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് പവ ഡിസൈൻസ് എന്നാണ് പേജ് വന്നേക്കുന്നത്. പവ എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ വേർഡ് ആണ്. ഞങ്ങൾ ആക്ച്വലി ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് കിട്ടിയൊരു വേർഡാണ് പവ എന്നത്. അതിന്റെ അർത്ഥം വരുന്നത് ഒരു പീകോക്ക്, ഹംഗറിയിൽ ഒരു അർത്ഥം വരുന്നത് പീകോക്ക് എന്നാണ്. അപ്പോൾ ഷോപ്പിന്റെ പേര് പവ ഡിസൈൻസ്, PAWA. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് സെയിൽ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ എല്ലാത്തരം, അതായത് കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് സെന്റർ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ഡിസൈനിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.